നമസ്കാരം. കുട്ടികളിലെ വയറിളക്കം. വയറിളക്കം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഭക്ഷ്യവിഷബാധ മൂലവും വയറിളക്കം ഉണ്ടാകാം. വൈറസ്, ബാക്ടീരിയ, പരജീവികൾ എന്നിവയും കാരണമാകാം. പാൽ പോലുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള അലർജിയും വയറിളക്കത്തിന് കാരണമായേക്കാം. പുതുതായി പല്ല് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വയറിളക്കത്തിന് സാധ്യതയുണ്ട്. വയറുവേദന, അസാധാരണമായ അസ്വസ്ഥത, ക്ഷീണം, ഉറക്കം തൂങ്ങുക, തുടർച്ചയായി ഛർദ്ദിക്കുക, നാവും വായും വരണ്ടു പോകുക, മൂത്രം കുറയുക എന്നിവയൊക്കെ വയറിളക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ്. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു നുള്ളുപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കുടിക്കാൻ നൽകുക. തൈര്. വയറിളക്കമുണ്ടായാൽ വീട്ടിൽ പുതിയതായി ഉണ്ടാക്കിയ തൈര് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. തൈരിലുള്ള നല്ല ബാക്ടീരിയ വയറിളക്കം കുറയ്ക്കാൻ സഹായിക്കും. വാഴപ്പഴം. വയറിളക്കമുള്ളപ്പോൾ വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. വാഴപ്പഴത്തിലുള്ള നാരും പൊട്ടാസ്യവും വയറിളക്കം നിയന്ത്രിക്കാൻ സഹായിക്കും. ഇഞ്ചി. ഭക്ഷ്യവിഷബാധ കൊണ്ടുള്ള വയറുവേദന കുറയ്ക്കാൻ ഇഞ്ചി ഉത്തമമാണ്. ഒരു ചെറിയ ഇഞ്ചി ചുരണ്ടിയെടുത്ത് ഒരു സ്പൂൺ തേനിൽ ചേർത്ത് കഴിക്കുക. ഉലുവ. 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകവും വറുത്ത് പൊടിച്ച് 2 ടേബിൾ സ്പൂൺ തൈരിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചായ. കടുപ്പം കുറഞ്ഞതും പാൽ ഒഴിക്കാത്തതുമായ കട്ടൻ ചായ അല്ലെങ്കിൽ ഗ്രീൻ ടീ എന്നിവ വയറിളക്കത്തെ നിയന്ത്രിക്കും. കഞ്ഞി. നന്നായി വേവിച്ച കഞ്ഞി എളുപ്പം ദഹിക്കും. ഇത് വയറിളക്കത്തിന് നല്ലതാണ്. ഇതൊക്കെ ചെയ്യാമെങ്കിലും നിർജ്ജലീകരണ സാധ്യതയുള്ളതിനാൽ വൈദ്യസഹായം തേടുന്നതാണ് നല്ലത്. വയറിളക്കം തടയാൻ കുട്ടികളുടെ കൈകൾ എപ്പോഴും വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം നന്നായി വേവിച്ച് മാത്രം കൊടുക്കുക. പച്ചക്കറികൾ വൃത്തിയായി കഴുകി ഉപയോഗിക്കുക. തിളപ്പിക്കാത്ത പാൽ കൊടുക്കാൻ പാടില്ല. പാൽ നന്നായി തിളപ്പിച്ച് തണുത്ത ശേഷം മാത്രം ഉപയോഗിക്കുക. ചെറിയ കുട്ടികൾക്ക് വയറിളക്കം, പനി, ഛർദി എന്നിവ ഉണ്ടാകുന്നത് പല രോഗങ്ങളുടെയും ലക്ഷണമാവാം. ഉദാഹരണം ചെവിയിലെ പഴുപ്പ്, മൂത്രത്തിലെ പഴുപ്പ്, രക്തത്തിലെ അണുബാധ തുടങ്ങിയവ. അതുകൊണ്ട് കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.